ഹായ് ഓൾ, ഇപ്പം എല്ലാവർക്കും മേഖലയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മളുടെ CUT ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ് അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 35 ദിവസം കൂടിയുള്ളൂ നമ്മുടെ CUT എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. മെയ് 15-നാണ് എക്സാം തുടങ്ങുന്നത് അല്ലേ? മെയ് 15 മുതൽ മെയ് അവസാനം വരെയാണ് എക്സാം ഉള്ളത്. സോ ഒരു 30-35 ദിവസമേ നമ്മളെ മുന്നിലുള്ളൂ. സോ പലരും പല സംശയങ്ങളും നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ, ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആയിട്ടാണ് ഇപ്പോൾ സാറ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് 3 പേപ്പർ ഉണ്ടെന്ന് അറിയാലോ അല്ലേ? പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്, പേപ്പർ 3 ഉണ്ട്. ഈ പേപ്പർ 1-ൽ ലാംഗ്വേജസ് ആണ്, പേപ്പർ 2-ലാണ് 27 ഡൊമൈൻ സബ്ജക്റ്റുകളുള്ളത്. അതേപോലെ പേപ്പർ 3-ലാണ് GK, കറണ്ട് അഫയേഴ്സ്, ആപ്റ്റിറ്റ്യൂഡ് അല്ലേ, റീസണിങ് ഒക്കെ ഉള്ളത് പേപ്പർ 3-ലാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കാണേണ്ടത് നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്റ്റ് തന്നെയാണ് അല്ലേ? നിങ്ങളിപ്പോൾ BSc ഫിസിക്സ് ആണ് നോക്കുന്നതെങ്കിൽ ഫിസിക്സ് ആയിരിക്കും നിങ്ങളുടെ ഡൊമൈൻ പേപ്പർ, അല്ലെങ്കിൽ BSc കെമിസ്ട്രി ആണ് നോക്കുന്നതെങ്കിൽ കെമിസ്ട്രി ആയിരിക്കും നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഈ ഡൊമൈൻ സബ്ജക്റ്റിനാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഈ ഡൊമൈൻ സബ്ജക്റ്റിൽ തന്നെ ന്യൂമറിക്കൽസ് വരുന്ന ഡൊമൈൻ സബ്ജക്റ്റുകൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വേണം എക്സാം ഹോളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അല്ലേ? ന്യൂമറിക്കൽസ് വരുന്ന ഡൊമൈൻ പേപ്പറുകൾക്ക് 60 മിനിറ്റ് ആണ് അവർ അനുവദിച്ചിട്ടുള്ളത്. സോ നന്നായിട്ട് നല്ല സ്പീഡിൽ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറിയിട്ട് വേണം എക്സാമിന് അപ്രോച്ച് ചെയ്യാനായി. ഓക്കെ, ഡൊമൈൻ സബ്ജക്റ്റുകൾ ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ കൊടുക്കേണ്ടത് അതിനാണ്. നിങ്ങൾ വീക്കാണെന്ന് തോന്നുകയാണെങ്കിൽ 2-3 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഒരു ദിവസം ഡൊമൈൻ സബ്ജക്റ്റുകൾ പഠിക്കണം എന്നാണ് ഞാൻ പറയാം. ഓക്കെ, അതുപോലെ തന്നെ പേപ്പർ 1-ൽ ലാംഗ്വേജ് അല്ലേ? ലാംഗ്വേജ് നന്നായിട്ട് നോക്കണം. പിന്നെ നിങ്ങൾ ഏറ്റവും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ് പേപ്പർ 3 എന്ന് പറയുന്നത്. ഈ പേപ്പർ 3-ലാണ് GK വരുന്നത്, കറണ്ട് അഫയേഴ്സ് വരുന്നത്, മാത്തമാറ്റിക്സിലെ QA അല്ലെ, കോണ്ടൊക്കെ വരുന്നത് ഇതിലാണ്. ഇതിൽ തന്നെ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ GKയും കറണ്ട് അഫയറിലൊക്കെ ഒരു എഡ്ജ് ഉണ്ടാവും. കാരണം അവർ ഓൾറെഡി മോഡേൺ ഇന്ത്യ, മിഡിവൽ ഇന്ത്യ, ആക്ഷൻ ഇന്ത്യ, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതിലൊക്കെ കുറച്ചൊരു അപ്പർ എഡ്ജ് അല്ലെ, കുറച്ചൊരു എഡ്ജ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ ഇപ്പോൾ സയൻസ് സബ്ജക്റ്റുകൾ പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാരണം അവർ മാത്തമാറ്റിക്സ് നന്നായിട്ട് അറിയുന്ന ആളുകളാണ്. സോ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ മോശം, നിങ്ങൾ ഏതാണോ നിങ്ങൾ നല്ലത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ അതനുസരിച്ച് വേണം നിങ്ങൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ സ്വന്തം പ്ലാൻ ചെയ്യണം അല്ലേ? ഇപ്പോൾ ഈഗണാണെങ്കിൽ ഇവിടെ പേപ്പർ 1-ൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊടുക്കുന്നുണ്ട്. പേപ്പർ 2-ൽ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള എല്ലാ ഡൊമൈൻ സബ്ജക്റ്റുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേപ്പർ 3-ലെ കംപ്ലീറ്റ് സിലബസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു 30-35 ദിവസം ഞങ്ങളുടെ കൂടെ ഞങ്ങളൊപ്പം തന്നെ ഈ ലൈവുകളൊക്കെ കണ്ട് ഈ കോണ്ടന്റ് വീഡിയോകളൊക്കെ കണ്ട് സെറ്റായിട്ട് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യ ചാൻസിൽ തന്നെ CUT എന്ന് പറഞ്ഞ എൻട്രൻസ് റിപ്പീറ്റ് ഒന്നും ചെയ്യാണ്ട് തന്നെ ആദ്യ ചാൻസിൽ നിങ്ങളുടെ CUT എൻട്രൻസ് ക്രാക്ക് ചെയ്ത് ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ആണോ, അതേപോലെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആണോ, നിങ്ങൾ വിചാരിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ വിചാരിക്കുന്ന കോഴ്സ് പഠിക്കാനുള്ള ഒരു അതിലേക്ക് നിങ്ങൾ എത്തിക്കാനായിട്ട് നമ്മൾ കട്ടയ്ക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.